ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് വീട് അലങ്കരിക്കുമ്പോൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ എന്നാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ താരം വേറെ ആരുമില്ല കേട്ടോ, നമ്മുടെ അച്ചാറും കുപ്പിയാണ്. അപ്പം ഇങ്ങനത്തെ 3 അച്ചാർ കുപ്പികൾ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പോട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഹാങ് ചെയ്യാനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഹാങ്ങറും ഉണ്ടാക്കും. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഇൻഡോർ പ്ലാന്റ് ഹാങ്ങിങ് ഡെക്കറേഷൻ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുപ്പികളിലുള്ള സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 2 കുപ്പികളിൽ ഇങ്ങനെ നമ്മളൊരു ടേപ്പ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കുപ്പിയിൽ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. മറ്റേ കുപ്പിയിൽ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, മാസ്കിംഗ് ടേപ്പ്. എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിനകത്ത് ഗ്യാപ്പൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മൾ ഇതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ പോകണം. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ പെയിൻറ്റ് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒട്ടിച്ചു കൊടുക്കുന്ന പർപ്പസ് നടക്കത്തില്ല. അപ്പോൾ അത് 2 കുപ്പികളിൽ ഇതുപോലെ നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. 3ാമത്തെ കുപ്പിയിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഈ 3 കുപ്പികളിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുക്കണം, വൈറ്റ് കളർ അക്രിലിക് സ്പ്രേ പെയിൻറ്റ്. അപ്പോൾ അതാ നമ്മൾ ഈ 3 കുപ്പികളിലും സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുത്ത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കുപ്പികളിൽ നമ്മളിങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിന് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ടേപ്പ് പതുക്കെ ഇങ്ങ് ഊരിയെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ച സ്ഥലത്ത് കുപ്പി ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. ബാക്കി ഭാഗങ്ങളിൽ ഈ പെയിൻ്റ് ഇരിക്കും. അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പ്ലാന്റ് വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ഭംഗിയാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതാ 2 കുപ്പികളിലെയും ടേപ്പ് നമ്മളിങ്ങനെ ഊരിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ആ പെയിൻ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ പെയിൻ്റ് അങ്ങനെ ഉള്ളിലേക്ക് കയറിയാലും കുഴപ്പമില്ല. നമുക്കത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ച് ചിരണ്ടി കൊടുത്താൽ അതങ്ങ് പൊക്കോളും. കണ്ടോ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഭാഗത്തൊക്കെ അങ്ങനെ പെയിൻ്റ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയാം. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകണം ഈ പോട്ടുകളെല്ലാം. അപ്പോൾ അതിന് ഞാൻ മെയിൻലി ഉപയോഗിക്കുന്നത് ഈ പ്രാവശ്യം ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. റെഡും ഗ്രീനും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഈ 3 പോട്ടും 3 രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുമില്ല, അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നിയ രീതിയിൽ ഒരെണ്ണം അങ്ങ് ചെയ്തെന്നുള്ളൂ. ഇത് ഈ മണ്ടാല ആർട്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമുക്ക് എളുപ്പമായിട്ട് ചെയ്തെടുക്കുക ഇത്. പിന്നെ ഈ ഒരു മണ്ടാല ആർട്ട് ഇങ്ങനെ ഡോട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു എൻജോയ്മെൻ്റാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിന് മണ്ടാല ആർട്ട് ചെയ്യുന്ന ടൂൾസൊന്നും ഇല്ല കേട്ടോ. പേന, സ്കെച്ച് പെന്നിൻ്റെ ബാക്ക് സൈഡ്, ഇയർബഡിൻ്റെ ഇതൊക്കെയാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഈ വലിയ ഗ്രീൻ ഡോട്ടിൻ്റെ ഇടയ്ക്ക് ചെറിയ റെഡ് ഡോട്ട് എടുത്ത് കൊടുക്കും. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ആ സമയത്ത് തോന്നുന്ന രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്നും വേണ്ട, വെറുതെ ഈ പോട്ടിനകത്ത് അവിടെ ഇവിടെയും കുറേ ഡോട്ട്സ് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഡിസൈനൊക്കെ ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഗ്രീൻ ഡോട്ടിൻ്റെ മുകളിലായിട്ട് വീണ്ടും റെഡ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിൽ കണ്ടോ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഗ്യാപ്പിൽ ചെറുതായിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട്. കണ്ടോ, അപ്പം ഇങ്ങനെ. അപ്പോൾ ടൂത്ത് പിക്ക് ചെയ്യുമ്പോൾ വളരെ ചെറിയ ഡോട്ട്സാണ് കേട്ടോ ഇടുന്നത്. എന്നാലും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ഇതേ ഡിസൈൻ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം ഈ ബോട്ടിലിൻ്റെ ചുറ്റുമായിട്ട്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഇത് പോട്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ലോങ് വ്യൂ ആണ്. ഇത്രയും ചെറിയ മൈന്യൂട്ട് ഡിസൈൻസിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഈ ഒരു ഡിസൈൻ കൊടുക്കണമെന്നില്ല. വലുതും ചെറുതായിട്ടുള്ള ഡോട്ട്സ് കുറേ അവിടെ ഇവിടെ ഇട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് വേറെ ഐഡിയയിൽ വേറെ ഡിസൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്.
അപ്പോൾ അങ്ങനെ ഒരു രസം തോന്നിയപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഇതിന് ശരിക്കൊരു വ്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ അടിഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് ഡോട്ട്സ് വെച്ച് ഇയർബഡിൻ്റെ എൻഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതാ യെല്ലോ ബഡ് തന്നെ ഉപയോഗിച്ച്, യെല്ലോ അല്ല ഗ്രീൻ കളറ് നമ്മൾ ഒരുവിധം ഒരു ബിഗർ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വലിയ റൗണ്ടുകൾ. അപ്പോൾ നമുക്ക് ലോങ് വ്യൂന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇപ്പം ഇത് കംപ്ലീറ്റ് നമ്മൾ ഈ ബോട്ടിലിൽ ചെയ്യുന്നില്ല, ടോപ്പ് പാർട്ടിലും ബോട്ടം പാർട്ടിലായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ താഴെ ചെയ്ത അതേ ഡിസൈൻ തന്നെ മുകളിലും ചെയ്തെടുക്കുക. സെയിം ആ ഡിസൈൻ എന്ത് ചെയ്യണം, അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. താഴെ ചെയ്ത അതേ ഡിസൈൻ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരേ ഇതാണല്ലോ, ഒരേ ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. ഇതാ നമ്മുടെ ആ ഗ്രീൻ ഡോട്ട്സ് വലിയ റൗണ്ട് ഷേപ്പിലിട്ട് കൊടുക്കുന്നു. ഇനി എന്താ, ഇനി അടുത്ത പോട്ടിൽ നമ്മൾ ഗ്രീൻ കളറ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ടിൽ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. നേരത്തെ റൗണ്ടല്ല ചെയ്തത്, അപ്പോൾ അതിനേക്കാൾ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ കണ്ടോ, ആ വലിയ ഡോട്ട്സ് തന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അത് ബോട്ടിലിൻ്റെ ഫുൾ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒത്തിരിയും കൂടി ഒരു ഫില്ലായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് തോന്നാൻ വേണ്ടി ഒരു ട്രയാങ്കിളും കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തു കേട്ടോ. ഡബിൾ ട്രയാങ്കിൾ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അവിടെ ഓരോ വലിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ചെറിയ ഡോട്ട്സ് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഇങ്ങനൊരു ഡിസൈൻ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആ ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ പോട്ട് നമ്മൾ റെഡ് കളർ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് എന്ത് ഡിസൈനായിട്ട് വരുമെന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ സമയത്ത് തോന്നുന്ന പോലെ കേട്ടോ. ഇതിനകത്തും ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ ചെയ്ത പോലത്തെ വലിയ റൗണ്ടുകൾ. അതുപോലെ നമ്മൾ ആ വലിയ റൗണ്ട് ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റും ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഓരോ പീക്ക് പോയിൻ്റിൻ്റെ താഴെയായിട്ട് വലിയ റെഡ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഓരോ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ടും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ഈ ഓരോ ഡോട്ടിൻ്റെയും ചുറ്റുമായിട്ട് ചെറിയ ഡോട്ട്സ് നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് ഇട്ട് കൊടുക്കും. കണ്ടോ, ഇതുപോലെ നമ്മൾ ഈ താഴെയുള്ള വലിയ ഡോട്ട്സിന് ഇട്ട് കൊടുക്കും. ആ ഉള്ളിൽ ചെയ്ത ഡോട്ടിന് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് നമ്മൾ ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുക്കും. കണ്ടോ, അപ്പോൾ ഇതാണ് ഈ ഒരു പോട്ടിൻ്റെ ഡിസൈൻ. ഈ മുകളിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ താഴെയും ചെയ്യും. എല്ലാ പോട്ടുകൾക്കും 3 പോട്ടുകൾക്കും നമ്മളിങ്ങനെ ഈ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടുമാണ് നമ്മളിതുപോലെ ഡിസൈൻ ചെയ്തേക്കുന്നത്. സെൻറ്റർ പോർഷൻ നമ്മൾ വെറുതെ എംറ്റി ആയിട്ട് വിട്ടേക്കുവാണ്. അപ്പോൾ അതാ ഈ പോട്ട് ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതേ ഡിസൈൻ തന്നെ. ഇതാ നമ്മുടെ വലിയ റൗണ്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഐഡിയ ഒക്കെ കിട്ടിയല്ലോ എന്തൊക്കെ ഉപയോഗിക്കണം നമ്മളിതുപോലെ ഡോട്ട്സ് ഇടാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടിട്ട് നിങ്ങളുടെ ഐഡിയയിലുള്ള ഏതെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഈ ബോട്ടം പാർട്ട് നമ്മൾ തൂക്കിയിടുമ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് കാണുമല്ലോ. അപ്പോൾ അവിടെ ഒന്ന് മനോഹരമാക്കാനായിട്ട് നമ്മൾ റെഡ് കളറ് ഇതുപോലത്തെ ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. ഈ ബോട്ടിലിൻ്റെ അടിഭാഗം മൊത്തം നമ്മളിതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. കണ്ടോ, അതുപോലെ ഫില്ല് ചെയ്യും നമ്മൾ ചുറ്റി ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ചുറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഇത് വെച്ച് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനിൽ അടിയിൽ റെഡ് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ആണല്ലോ. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലേക്ക് വരുന്ന കളറുകളെല്ലാം ഈ ക്രിസ്മസ് കളേഴ്സാണ്. റെഡ്, ഗ്രീൻ, വൈറ്റ്. കണ്ടോ? അപ്പോൾ അത് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് ഹാങ് ചെയ്യുക, അതിങ്ങനെ തൂങ്ങിക്കിടക്കാൻ മാതിരിയുള്ളൊരു പോംപോൺസ് എന്ന് പറയില്ല, അപ്പോൾ അതുപോലെ ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ത്രെഡ് തന്നെ വെച്ച് നമ്മളിത് ഇങ്ങനെ സിമ്പിളായിട്ട് ചുറ്റിയെടുത്താൽ മതി. ചുറ്റിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ടൈ കൊടുക്കുക, ഒരു കെട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ എൻഡ് നമ്മളൊരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുക. കണ്ടോ? ഇത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇനി ഇതിൽ കൂട്ടിയിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗത്ത് എല്ലാം കൂടി കൂട്ടി ഒരു കെട്ടും കൊടുക്കണം. നന്നായി ടൈ ചെയ്തിട്ട് എല്ലാം നമ്മുടെ അതിൻ്റെ തുമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുത്ത ആ ഒരു കെട്ടുണ്ടല്ലോ, അത് അഴിച്ച് കളയാം നമുക്ക്. ബാക്കി ആ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ ത്രെഡിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ നൂലുകളൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ലൈറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ മെഴുകുതിരി അങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ നാരുകൾ പൊങ്ങി നിൽക്കുന്നതൊക്കെ പോയി കിട്ടും. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത ആ ഒരു പോംപോൺസ് അത് അതിൻ്റെ സെൻറ്ററിൽ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഹാങ്ങർ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഹാങ്ങർ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 2 മീറ്ററാണ് നമ്മൾ ഈ മാക്രമി ത്രെഡ് എടുക്കുന്നത്. എന്നിട്ട് അത് ഇതുപോലെ കൂട്ടിക്കെട്ടാം. അതിൻ്റെ രണ്ടിൻ്റെ എൻഡ് നമ്മൾ കൂട്ടിക്കെട്ടാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ നമ്മൾ കെട്ടിട്ട് കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ബോട്ടം പാർട്ട് ഇങ്ങനെ മുകളിലേക്ക് മടക്കി വയ്ക്കുക. കണ്ടോ? ഇതുപോലെ. മനസ്സിലായല്ലോ? ഇതാ ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇത് റൈറ്റ് സൈഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ? ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഇത് റൈറ്റ് സൈഡിലുള്ളതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ താഴേക്ക് എടുക്കുക, അടിക്കോടെ താഴേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ സർക്കിൾ, താഴെയുള്ള സർക്കിൾ മുകളിലേക്ക് വയ്ക്കുക. അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് നമ്മൾ ഈ ഒരു സർക്കിൾ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് സ്ലൈഡ് ചെയ്ത് നമ്മുടെ ഈ മൊത്തം ത്രെഡിൻ്റെ സെൻട്രൽ പാർട്ടിലായിട്ട് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോട്ടിലിൽ വരാൻ പോകുന്ന നോട്ട്. അപ്പോൾ നമ്മുടെ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്താൽ മാത്രം മതി. കണ്ടോ? ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഇതാ ഒരു സർക്കിൾ പാർട്ട് അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ വായ എന്ന് പറയില്ല, അവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ത്രെഡ് 2 സൈഡിലേക്ക് ഒരുപോലെ വലിക്കുക, നല്ല ടൈറ്റായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ഹാങ്ങർ റെഡിയായി. കണ്ടോ? ഇതുപോലെ നമുക്ക് തൂക്കിയിടാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഓരോ പോട്ടിലോട്ട് നമുക്ക് പ്ലാന്റ് നട്ടു കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സിലേക്കാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ആദ്യമേ തന്നെ കുറച്ച് ചെറിയ പെബിൾസ് ഈ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, അടിഭാഗത്ത് കുറച്ച്. എന്നിട്ട് നമ്മുടെ ഈ മണി പ്ലാന്റാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് കേട്ടോ. മണി പ്ലാന്റ് അതിലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് പെബിൾസും കൂടി ഇടുക. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു ഷേപ്പിൽ ഈ പ്ലാന്റ് നിന്നോളും, വീണ് പോവില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതോടുകൂടി ഇതേ നമ്മുടെ ചെടി നട്ട് കഴിഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെ മരം കൊണ്ടുള്ളൊരു ഫ്രെയിമാണ് നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റ് തൂക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ നെയിൽ വെച്ച് ചുമരിൽ നെയിൽ ഫിക്സ് ചെയ്തിട്ട് കഴിയുമ്പോൾ ആ ആണിയൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ആണി പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ഫ്രെയിം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് പറഞ്ഞ് ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫ്രെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ തൂക്കാനുള്ള ഹുക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇതുമേ ഒന്ന് തൂക്കി നോക്കാം.